ഡബ്ല്യുഡബ്ല്യുയിലെ ഏറ്റവും വലിയ ഒരു സൂപ്പർ സ്റ്റാർ ആണ് ജോൺ സീന. ജോൺ സീന കഴിഞ്ഞ 22 വർഷമായിട്ട് ഇതുവരേക്കും ഡബ്ല്യുഡബ്ല്യുയിൽ ഒരു ഹീൽ ക്യാരക്ടർ, അതായത് ഒരു വില്ലൻ ക്യാരക്ടർ ചെയ്തിട്ടില്ല. എപ്പോഴും ഒരു ഫേസ് ക്യാരക്ടർ, അതായത് നായകനായിട്ടാണ് സീന മുന്നോട്ട് പോയിരുന്നത്. ഡബ്ല്യുഡബ്ല്യുയുടെ ചരിത്രത്തിൽ പല റെസ്ലേഴ്സും ഫേസായിട്ടും ഹീലായിട്ടും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത്രയും ഒരു നീണ്ട നാള്, അതായത് ഏകദേശം 22 വർഷത്തോളം ഫേസായിട്ട് മുന്നോട്ട് പോയ റെസ്ലർ എന്ന് പറയുമ്പോൾ അത് ജോൺ സീന മാത്രമാണ്. അപ്പോൾ ഇതേ ജോൺ സീനയ്ക്ക് കരിയറിന്റെ പല സമയങ്ങളിലും ഡബ്ല്യുഡബ്ല്യു ഹീൽ ടേൺ ചെയ്യാനുള്ള ഒരു പ്രൊപ്പോസൽ എല്ലാം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ സമയത്തെല്ലാം ജോൺ സീന അത് നിരസിച്ചുകൊണ്ട് ഒരു ഫേസ് റെസ്ലറായിട്ടാണ് മുന്നോട്ട് പോയത്. അതുപോലെ മറ്റു പല കാരണങ്ങളും കാണിച്ച് ജോൺ സീന ഹീലാവാതെ മുന്നോട്ട് പോയിട്ടുണ്ട്. അതായത് റോക്കുമായിട്ട് വർഷങ്ങൾക്ക് മുൻപ് ഒരു സ്റ്റോറി ലൈൻ പോയ സമയത്ത്, അല്ലെങ്കിൽ ഒരു ഫ്യൂഡ് പോയ സമയത്ത് ജോൺ സീന ഏകദേശം ഹീൽ ടേൺ ചെയ്യാനായിട്ട് സെറ്റായിട്ട് വന്നതാണ്. പക്ഷെ ആ പ്ലാൻ മൊത്തത്തിൽ ഇവർ ഉപേക്ഷിച്ചു. അപ്പോൾ ജോൺ സീന ആ സമയത്തൊക്കെ ഹീൽ ടേൺ നിരസിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ജോൺ സീനയ്ക്കും ഫാൻസുമായിട്ടുള്ള കണക്ഷനാണ്. അതായത് സീന ഫാൻസ് തമ്മിലുള്ള ബന്ധം, ഇതെല്ലാം വെച്ചുകൊണ്ടൊക്കെയാണ് മെയിനായിട്ടും സീന ആ ഒരു ഹീൽ ക്യാരക്ടർ എല്ലാം ആ സമയത്ത് നിരസിച്ചിട്ടുള്ളത്. അതായത് ഫാൻസുമായിട്ടുള്ള ഒരു വലിയ ബന്ധം അല്ലെങ്കിൽ അവരുമായിട്ടുള്ള കണക്ഷൻ മോശമാക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് മെയിനായിട്ടും സീന വില്ലനായി മാറാതിരുന്നത്. എന്നാൽ ഇതിനെയെല്ലാം മാറ്റിവെച്ചുകൊണ്ട് കരിയറിൽ ഒരു വർഷം മാത്രം ബാക്കി നിൽക്കെ എന്തിനാണ് സീന ഇങ്ങനെ ഹീൽ ക്യാരക്ടർ ചെയ്തത്, അതായത് സ്റ്റോറി ലൈൻ പ്രകാരം, റിയൽ ലൈഫ് പ്രകാരം എന്തുകൊണ്ടാണ് സീന ഹീൽ ടേൺ ചെയ്തത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾക്കറിയാം ഡബ്ല്യുഡബ്ല്യുയുടെ ചരിത്രത്തിൽ ഒരുപാട് റെസ്ലേഴ്സ് ഡബ്ല്യുഡബ്ല്യുയുടെ ഫേസ് ഓഫ് ദി കമ്പനി ആയിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. ഹൾക്ക് ഹോഗൻ, സ്റ്റോൺ കോൾഡ് സ്റ്റീവ് ഓസ്റ്റിൻ, ജോൺ സീന, റോമൻ റെയിൻസ്, കോഡി റോഡ്സ്, ഇവരെയെല്ലാം ഉദാഹരണമായിട്ട് പറയാൻ സാധിക്കും. പക്ഷേ ഡബ്ല്യുഡബ്ല്യുയുടെ ഒരു ഫേസ് ഓഫ് ദി കമ്പനി, അല്ലെങ്കിൽ ഡബ്ല്യുഡബ്ല്യുയുടെ ഏറ്റവും വലിയ ഫേസ് ഓഫ് ദി കമ്പനി എന്ന് നമ്മൾക്ക് ജോൺ സീനയെ പറയാൻ സാധിക്കും. അപ്പോൾ എന്താണ് ഈ ഫേസ് ഓഫ് ദി കമ്പനി എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതായത് ഡബ്ല്യുഡബ്ല്യുയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിനെ, അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റെസ്ലറിനെയാണ് നമ്മൾ ഫേസ് ഓഫ് ദി കമ്പനി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഒരു റെസ്ലർ ഫേസ് ഓഫ് ദി കമ്പനി ആവണമെങ്കിൽ ചുമ്മാ പറ്റത്തില്ല. അതിന് മൈ സ്കില്ല് വേണം, അതുപോലെ തന്നെ ആക്ടിങ് സ്കില്ല് വേണം, റെസ്ലിംഗ് സ്കില്ല് വേണം. അതുപോലെ പ്രധാനമായിട്ടുള്ള മറ്റൊരു കാര്യമാണ് ഫാൻസിനെ അട്രാക്ട് ചെയ്യാനായിട്ടുള്ള കഴിവ് വേണം. അതായത് ഫാൻസിനെ ഭയങ്കരമായിട്ടും ഇവരെ കൊണ്ട് ആകർഷിക്കാനായിട്ടെല്ലാം സാധിക്കണം. ഇത്തരത്തിൽ ഫാൻസിനെ അട്രാക്ട് ചെയ്ത് ഷോയുടെ റേറ്റിംഗ് കൂട്ടാനും അതുവഴി കമ്പനിയെ വളർത്താനും കഴിവുള്ള റെസ്ലേഴ്സിനെയാണ് ഫേസ് ഓഫ് ദി കമ്പനി എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഡബ്ല്യുഡബ്ല്യുയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയൊരു ഫേസ് ഓഫ് ദി കമ്പനിയായിട്ട് നമ്മൾക്ക് ജോൺ സീനയെ പറയാൻ സാധിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഫാൻസിനെ ആകർഷിക്കുകയും അതുപോലെ കമ്പനിയുടെ ബിസിനസ് വർദ്ധിപ്പിക്കാനും റേറ്റിംഗ്സ് കൂട്ടാനും കഴിവുള്ള റെസ്ലേഴ്സിനെയാണ് ഡബ്ല്യുഡബ്ല്യു എപ്പോഴും ഫേസ് ഓഫ് ദി കമ്പനി ആക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഡബ്ല്യുഡബ്ല്യു ഫേസ് ഓഫ് ദി കമ്പനി ആവുന്ന റെസ്ലേഴ്സ് ഫാൻസുമായിട്ട് നല്ല രീതിയിലുള്ള ഒരു ബന്ധം സ്ഥാപിക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും, ഡബ്ല്യുഡബ്ല്യുയുടെ ഫേസ് ഓഫ് ദി കമ്പനി ആവുന്ന റെസ്ലേഴ്സ് ഭൂരിഭാഗം സമയത്തും ഹീൽ ക്യാരക്ടർ ആവാറില്ല, എപ്പോഴും ഫേസ് ക്യാരക്ടറായിട്ടാണ് മുന്നോട്ട് പോവുക. ഇതിന്റെ കാരണം ഫാൻസുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ നിലനിർത്താൻ വേണ്ടിയിട്ട്, അതായത് ഇവര് വില്ലനായി കഴിഞ്ഞാൽ ഫാൻസുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ എല്ലാം പോകും. അതുപോലെ തന്നെ മോശമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടി വരും, പ്രോമോയിലൂടെ മോശമായിട്ട് സംസാരിക്കേണ്ടി വരും. അതുപോലെ ഓട്ടോഗ്രാഫ് ഒക്കെ ചോദിച്ച് ആരെങ്കിലും വന്നാൽ അവർക്കത് നിരസിക്കേണ്ടി വരും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഫേസ് ഓഫ് ദി കമ്പനി ആയിട്ടുള്ള ഒരു റെസ്ലർക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡബ്ല്യുഡബ്ല്യു ഫേസ് ഓഫ് ദി കമ്പനി ആയിരിക്കുന്ന റെസ്ലേഴ്സ് എപ്പോഴും ഒരു നായക കഥാപാത്രം, അതായത് നമ്മൾ സിനിമയിലൊക്കെ കാണുന്നത് പോലെ ഒരു ഹീറോ ഇമേജിലാണ് എപ്പോഴും മുന്നോട്ട് പോവുക. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഡബ്ല്യുഡബ്ല്യുയിലെ ഏറ്റവും വലിയ ഫേസ് ആയിട്ടുള്ള ജോൺ സീന ഇക്കഴിഞ്ഞ 22 വർഷത്തിനുള്ളിലൊന്നും ഒരു ഹീൽ ക്യാരക്ടർ അല്ലെങ്കിൽ വില്ലൻ ക്യാരക്ടർ ഡബ്ല്യുഡബ്ല്യുയിൽ ചെയ്യാതിരുന്നത്. ഉദാഹരണം നോക്കുകയാണെങ്കിൽ ജോൺ സീന ആരംഭ കാലഘട്ടം മുതൽ ഒരു വില്ലനായിട്ട് ഫാൻസുമായിട്ട് മോശമായിട്ട് സംസാരിക്കുക, അല്ലെങ്കിൽ ഫാൻസിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നിൽക്കാതിരിക്കുക, അതുപോലെ തന്നെ മൈക്കിലൂടെ മോശം കാര്യങ്ങൾ വിളിച്ചു പറയുന്ന ഒരാളായിട്ട് എല്ലാവരെയും എതിർത്തുകൊണ്ട് ഒരു മോശം വില്ലനായിട്ടാണ് മുന്നോട്ട് വന്നിരുന്നുവെങ്കിൽ നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ ഒരിക്കലും അദ്ദേഹത്തിന്റെ ഫാൻസ് ആവൂല. അതുപോലെ ഡബ്ല്യുഡബ്ല്യുക്ക് ഇത്രത്തോളം വ്യൂവേഴ്സിനും കാര്യങ്ങളെ ഒന്നും കിട്ടത്തുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഡബ്ല്യുഡബ്ല്യുയുടെ ഫേസ് ഓഫ് ദി കമ്പനിയായിട്ട് ജോൺ സീന ഇത്രയും നാൾ മുന്നോട്ട് പോയത്. അതായത് കഴിഞ്ഞ 22 വർഷത്തോളമായിട്ട് വില്ലൻ ക്യാരക്ടർ ചെയ്യാതെ മുന്നോട്ട് വന്നത്. എന്നാൽ ഇപ്പോൾ കാര്യങ്ങളുടെ കിടപ്പുവശം അങ്ങനെയല്ല. ഡബ്ല്യുഡബ്ല്യു ജോൺ സീനയെ കൂടാതെ ഫാൻസിനെ ആകർഷിക്കാനും അതുപോലെ തന്നെ റേറ്റിംഗ്സ് കൂട്ടാനും
കഴിവുള്ള ഒരുപാട് റെസ്ലേഴ്സ് ഇപ്പോൾ WWE തന്നെയുണ്ട്. അപ്പോൾ റോമൻ റെയ്ൻസ് ആയാലും കോഡി റോഡ്സ് ആയാലും അതിന് ഏറ്റവും വലിയ ഉദാഹരണങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇവരെ കാണാൻ വേണ്ടി തന്നെ ഒരുപാട് ഫാൻസ് ഇപ്പോൾ WWE ഫോളോ ചെയ്യുന്നുമുണ്ട്. അതായത് WWE റേറ്റിംഗ്സ് കൂട്ടാൻ ഇപ്പോൾ ജോൺ സീന കൂടാതെ ഒരുപാട് റെസ്ലേഴ്സ് WWE അതുപോലെ തന്നെ WWE ഫേസ് ഓഫ് ദി കമ്പനി ആയിരിക്കുന്ന റെസ്ലർ ഒരിക്കലും ഇപ്പോൾ ഒരു ഫേസ് ക്യാരക്ടർ ചെയ്യണം, അല്ലെങ്കിൽ ഫേസ് ആയിട്ട് അല്ലെങ്കിൽ നല്ലവനായിട്ട് നായകനായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ള ആവശ്യം ഇപ്പോൾ ഫാൻസിനില്ല. അതായത് നമുക്കറിയാൻ വേണ്ടിയിട്ട് സാധിക്കും, ഇപ്പോൾ വില്ലന്മാരുടെ ഒരു സീസണാണ്. അതായത് സിനിമയിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ചില മുൻനിര നായകന്മാരെല്ലാം വില്ലൻ ക്യാരക്ടറാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഒരു വില്ലന്മാരുടെ സീസണാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ WWE ഫേസ് ഓഫ് ദി കമ്പനി ആയിരിക്കുന്ന ഒരു റെസ്ലർക്ക് എപ്പോഴും ഒരു നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന ഒരു ഫേസ് ക്യാരക്ടർ ആയിരിക്കണം എന്നുള്ള നിർബന്ധമൊന്നും ഇപ്പോൾ WWE ഫാൻസിനില്ല. അതുകൊണ്ട് തന്നെ WWEക്കും അവരുടെ ഫേസ് ഓഫ് ദി കമ്പനി ആയിട്ടുള്ള റെസ്ലർ എപ്പോഴും ഒരു നായകനായിട്ട്, അതായത് ഒരു ഫേസ് ആയിട്ട് മുന്നോട്ട് പോകണം എന്നുള്ള ചിന്തയൊന്നും WWEക്ക് ഇപ്പോഴില്ല. അതുകൊണ്ട് തന്നെയാണ് ജോൺ സീന ഇപ്പോൾ ഈ ഒരു ഹീൽ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. അതായത് ജോൺ സീന ഫേസ് ഓഫ് ദി കമ്പനി ആയിരിക്കുന്ന സമയത്താണ് ഒരു ഹീൽ ടേൺ ചെയ്തിരുന്നുവെങ്കിൽ അത് ഫാൻസിനെയും ജോൺ സീനയെയും ഭയങ്കരമായി ബാധിച്ചേനെ. അതായത് സീന ഫാൻസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് കട്ടാവുകയും അത് WWE റേറ്റിംഗിനെയും ബാധിച്ചേനെ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ജോൺ സീന ഇപ്പോൾ ഫേസ് ഓഫ് ദി കമ്പനി എന്നൊരു റോളിൽ നിന്നൊക്കെ മാറി ഇപ്പോൾ ഒരു വില്ലൻ വേഷം ചെയ്തിട്ടുള്ളത്, അതായത് ഒരു ഹീലായി മാറിയിട്ടുള്ളത്. പിന്നെ സ്റ്റോറി ലൈൻ പ്രകാരം എന്തുകൊണ്ടായിരിക്കാം ജോൺ സീന ഒരു ഹീൽ ക്യാരക്ടർ ചെയ്തത് അല്ലെങ്കിൽ വില്ലനായി മാറിയത് എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ WWE ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു ഫേസ് ആയിരുന്നു, അല്ലെങ്കിൽ ഒരു നായകൻ കഥാപാത്രമായിരുന്നു ഈ ജോൺ സീന എന്ന് പറയുന്നത്. അപ്പോൾ ജോൺ സീനയുടെ ഒരു ഫേസ് ക്യാരക്ടർ ലെവലിലേക്ക് ഇതുവരേക്കും ആരും വന്നിട്ടില്ല. ഇതിലെ ആരംഭ കാലഘട്ടത്തിൽ റോമൻ റെയ്ൻസിനെ പറയാൻ സാധിച്ചിരുന്നുവെങ്കിലും റോമൻ റെയ്ൻസിന് നിറയെ ഹേറ്റേഴ്സ് എല്ലാം വന്ന് അവസാനം റോമൻ റെയ്ൻസ് ട്രൈബൽ ചീഫ് എന്ന വില്ലൻ ക്യാരക്ടറാണ് ചെയ്തത്. അപ്പോൾ ഇത്തരത്തിൽ ജോൺ സീനയുടെ ഒരു ഫേസ് ക്യാരക്ടറിന്റെ ലെവലിലേക്ക് കഴിഞ്ഞ 22 വർഷമായിട്ട് ആർക്കും അങ്ങനെ വരാനായിട്ട് സാധിച്ചിരുന്നില്ല. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അതിനൊക്കെ ഒരു വെല്ലുവിളിയായിക്കൊണ്ട് അതെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് കോഡി റോഡ്സ് എന്ന റെസ്ലർ WWE തിരിച്ചു വന്നത്. അപ്പോൾ കോഡി റോഡ്സ് വന്ന സമയത്ത് വലിയ രീതിയിലുള്ള സപ്പോർട്ടാണ് കോഡി റോഡ്സിന് WWE ലഭിച്ചത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ വർഷത്തെ റെസൽമേനിയയിൽ ദ റോക്ക് വേഴ്സസ് റോമൻ റെയ്ൻസ് മാച്ച് ഏകദേശം കൺഫേം ആയതാണ്. അപ്പോഴാണ് ഫാൻസ് കോഡി റോഡ്സിന് സപ്പോർട്ടായി വന്നത്. അതായത് ഫാൻസിന്റെ ഒരു ഇടപെടൽ കാരണം റോക്ക് വേഴ്സസ് റോമൻ റെയ്ൻസ് മാച്ച് ക്യാൻസൽ ചെയ്ത് കോഡി റോഡ്സ് വേഴ്സസ് റോമൻ റെയ്ൻസ് മാച്ച് തന്നെ റെസൽമേനിയയിൽ കൺഫേം ചെയ്തത്. അതായത് റോക്ക് റോമൻ മാച്ച് കൺഫേം ചെയ്തപ്പോൾ റോയൽ റംബിൾ വിൻ ചെയ്ത കോഡി റോഡ്സിനാണ് ചാമ്പ്യൻഷിപ്പ് മാച്ചിനുള്ള അർഹത എന്നൊക്കെ പറഞ്ഞുകൊണ്ട് V1 കോഡി എന്ന രീതിയിൽ ഫാൻസ് തന്നെ ഒരു ക്യാമ്പയിൻ തുടങ്ങി കോഡി റോഡ്സിന് ഭയങ്കരമായി സപ്പോർട്ട് കൊടുത്തു. അപ്പോൾ അതേ ഫാൻസിന്റെ സപ്പോർട്ടോട് കൂടി റെസൽമേനിയയിൽ കോഡി റോഡ്സ് മാച്ചും ചെയ്ത് കോഡി റോഡ്സ് തന്റെ സ്റ്റോറി എല്ലാം ഫിനിഷും ചെയ്തു. അങ്ങനെ ആ ഒരു മാച്ച് എല്ലാം ജയിച്ചതിന് ശേഷം WWEയിലെ ഒരു ഏറ്റവും വലിയ ഫേസ് റെസ്ലർ എന്ന നിലയിലേക്ക് കോഡി റോഡ്സ് മാറി. അപ്പോൾ ഈ ഒരു കാര്യം എന്തായാലും ജോൺ സീനയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ WWE ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു ഫേസ് ക്യാരക്ടർ ആയിരുന്നു ജോൺ സീന. അപ്പോൾ എല്ലാവരും വിചാരിച്ചിരുന്നത് ജോൺ സീനയ്ക്ക് ശേഷം ജോൺ സീനയുടെ ആ ഒരു ലെവലിലേക്ക് ഒരു ഫേസ് ക്യാരക്ടർ വരില്ല എന്നാണ്. അപ്പോൾ അതെല്ലാം മറികടന്നുകൊണ്ടാണ് കോഡി റോഡ്സ് ഫാൻസിന്റെ സപ്പോർട്ടോട് കൂടി ഒരു വലിയ രീതിയിലേക്കുള്ള ഫേസ് ക്യാരക്ടറായിട്ട് മുന്നോട്ട് വരുന്നത്. അപ്പോൾ ഇതെന്തായാലും ജോൺ സീനയ്ക്ക് ഇഷ്ടപ്പെടാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. അപ്പോൾ കോഡി റോഡ്സ് ഈ രീതിയിൽ തന്നെ, അതായത് വലിയ ഫാൻ സപ്പോർട്ടോട് കൂടി മുന്നോട്ട് പോയാൽ ജോൺ സീനയോടൊപ്പമോ അല്ലെങ്കിൽ ജോൺ സീനേക്കാൾ മുകളിലോ ഫ്യൂച്ചറിൽ വലിയൊരു ഫേസ് ക്യാരക്ടറായിട്ട് കോഡി റോഡ്സ് മുന്നോട്ട് പോകും എന്നുള്ളത് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ആയിരിക്കണം ജോൺ സീന എലിമിനേഷൻ ചേംബറിൽ കോഡി റോഡ്സിനെ അറ്റാക്ക് ചെയ്ത് ഹീൽ ടേൺ ചെയ്തത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു തിയറി കൂടി വരുന്നുണ്ട്. അപ്പോൾ അത് എന്താണെന്നും പറയാം. അതായത് എലിമിനേഷൻ ചേംബർ നടക്കുന്നതിനേക്കാൾ 2 ആഴ്ച മുൻപ് റോക്ക് കോഡി റോഡ്സിന് ഒരു പ്രപ്പോസൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഒരു കോർപ്പറേറ്റ് ലെവൽ ചാമ്പ്യൻ ഒരു ഹീൽ ചാമ്പ്യനായിട്ട് കോഡി റോഡ്സ് മുന്നോട്ട് വരാൻ വേണ്ടിയിട്ട്, അതായത് കോഡി റോഡ്സിനെ ഹീൽ ടേൺ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു പ്ലാനിന്റെ പിന്നിലും ജോൺ സീനയാണ് എന്നുള്ള രീതിയിൽ നമ്മൾക്കിപ്പോൾ സംശയിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കോഡി റോഡ്സ് ഈ ഒരു രീതിയിൽ ഫേസ് ക്യാരക്ടറായിട്ട് മുന്നോട്ട് പോയാൽ ഭാവിയിൽ ജോൺ സീനയെ പോലെയോ അല്ലെങ്കിൽ ജോൺ സീനേക്കാൾ മുകളിലോ കോഡി റോഡ്സ് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരു സാധ്യത കണ്ടുകൊണ്ട്
റോക്കിനെ ഉപയോഗിച്ചുകൊണ്ട് ജോൺ സീന കോഡി റോഡ്സിനെ ഒരു വില്ലനാക്കി മാറ്റാൻ ശ്രമിച്ചതായിട്ട് നമ്മൾക്കിതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ കോഡി റോഡ്സ് ചെയ്തത് റോക്ക് കൊടുത്ത ഓഫറെല്ലാം റിജക്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ ഒരിക്കലും റോക്കിന്റെ ചാമ്പ്യൻ അല്ല, പീപ്പിളിന്റെ ചാമ്പ്യനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഹീൽ ക്യാരക്ടർ ആവാതെ ഫാൻസിന്റെ ചാമ്പ്യൻ എന്ന രീതിയിൽ ഒരു ഫേസ് ക്യാരക്ടറായി തന്നെ മുന്നോട്ട് പോകാനാണ് കോഡി റോഡ്സ് തീരുമാനിച്ചത്. അപ്പോൾ ഇത് ജോൺ സീനയെ ചൊടിപ്പിച്ചിട്ടുണ്ട്. അതായത് ജോൺ സീനയ്ക്ക് ഇത് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകില്ല. അതുകൊണ്ടാണ് ജോൺ സീന അന്ന് റോക്കിന്റെ ഒപ്പം ചേർന്ന് എലിമിനേഷൻ ചേംബറിൽ കോഡി റോഡ്സിനെ അറ്റാക്ക് ചെയ്തത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ജോൺ സീന വിചാരിക്കുന്നത് WWE ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു ഫേസ് ക്യാരക്ടർ താനാണ്. WWE എന്ന കമ്പനിക്ക് ഒറ്റ ഫേസ് മതി, അത് തൻ്റെ ഫേസ് ആയിരിക്കണം എന്നൊരു ചിന്തയാണ് ജോൺ സീനയ്ക്ക് ഉള്ളത്. അപ്പോൾ അതിനെല്ലാം വെല്ലുവിളിയായിട്ട് കോഡി റോഡ്സ് മുന്നോട്ട് വന്നപ്പോൾ ജോൺ സീന ഒരു ഹീൽ ടേൺ ചെയ്ത് വില്ലനായി മാറിക്കൊണ്ട് കോഡി റോഡ്സിനെ അറ്റാക്ക് ചെയ്യുകയുമാണ് ചെയ്തത്. അപ്പോൾ ഇത്തരത്തിൽ സീന ഒരു വില്ലൻ ക്യാരക്ടറായിട്ട് മാറി. അപ്പോൾ വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക. പിന്നെ സീന ഹീൽ ടേൺ ചെയ്തതിന് ശേഷമാണ് ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചില തിയറീസും കാര്യങ്ങളെല്ലാം വരുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എന്നറിയില്ല. ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.